ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തലമുറകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ ചില കാഴ്ചപ്പാടുണ്ട്. അതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തലമുറകൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് തന്തവൈബും ന്യൂജനും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫൈറ്റിങ്. എല്ലാ കാലത്തും നമ്മളിത് കേൾക്കാറുള്ളതാണ്. നമ്മുടെ ചെറുപ്പത്തിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ വലുതായപ്പോഴും കേൾക്കുന്നു, നമ്മുടെ മക്കളും കേൾക്കുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവവികാസമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ കമ്പ്യൂട്ടർ ടച്ച് ചെയ്യുന്നത് 84-85 കാലഘട്ടത്തിലാണ് ഞാൻ കമ്പ്യൂട്ടർ ടച്ച് ചെയ്യുന്നത്. എൻ്റെ മക്കൾ ജനിച്ച അന്ന് മുതൽ കമ്പ്യൂട്ടർ കാണുന്നവരാണ്. ഈ ഒരു വിഷയം തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഞാൻ 84 കമ്പ്യൂട്ടർ ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ അത്രയും പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് കമ്പ്യൂട്ടർ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയേണ്ടത് നമ്മുടെ മക്കളെ ഇന്ന് ജീവിക്കുന്ന തലമുറ, ഇന്ന് അവർ ജീവിക്കുന്ന രീതിയെ നമ്മളാണ് ഉൾക്കൊള്ളേണ്ടത്. പകരം നമ്മൾ പലപ്പോഴും കാണാറുള്ളത് മക്കൾക്ക് നമ്മുടെ ഒരു കോൺസെപ്റ്റ്, നമ്മളെ ചിന്തകൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. പകരം പുതിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കാഴ്ചകളും അവരുടെ ചിന്തകളും നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ കസിന് ജോലി അന്വേഷിച്ചിട്ട് വരുമ്പോൾ അവൻ്റെ ഫാദർ അവൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ജോലി കൊണ്ടായി കൊടുക്കണം. അവിടെ ജോലി ഒറ്റ ദിവസം തന്നെ ജോലി എടുത്തിട്ട് അവൻ ജോലി നിർത്തുമ്പോൾ ഫാദർ അവനെ നിർബന്ധിക്കണം ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അവനെ കൊണ്ടായി കൊടുത്തത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. ഫാദറിൻ്റെ ചെറുപ്പത്തിലുണ്ടായ ആ സ്ട്രഗിള്, ഗൾഫിലേക്ക് വന്നപ്പോൾ ഉണ്ടായ സ്ട്രഗിള്, താബൂക്ക് ചുമന്നത് മുതൽ വേർപ്പ് പിടിച്ചത് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും സ്ട്രഗിളിനെ കുറിച്ചിട്ട് മകനോട് പറഞ്ഞു കൊടുത്തിട്ട് ഇത്തരം സ്ട്രഗിളിലൂടെ പോയെങ്കിലേ ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഫാദർ കെട്ടിപ്പടുത്ത കാര്യങ്ങൾ, ആ സാമ്രാജ്യ ബിസിനസ് ഉണ്ടാക്കിയൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ. മകൻ പറയുന്നത് വാപ്പ ജീവിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ ജീവിച്ചു പോന്നിട്ടുള്ളത്. എൻ്റെ കാലത്തെ എൻ്റെ സ്ട്രഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ ഒരു അധ്വാനം എന്ന് പറയുന്നത് വെറും വേർപ്പ് അടിച്ചു വീഴ്ത്തിക്കൊണ്ട് മാത്രമല്ല, സ്മാർട്ടായി തിങ്ക് ചെയ്തിട്ടും എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വയം ഒരു തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുകയും അതിലവൻ സക്സസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ജീവിച്ച കാലത്തെ പോലെ നമ്മുടെ മക്കൾ ജീവിക്കണമെന്ന് കരുതുന്നോടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പറ്റും. പലരും പറയുന്നത് കേൾക്കാം, മക്കൾക്ക് നമ്മുടെ കാലത്ത് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടത്ത് ഓടിക്കളിച്ചതും എൻ്റെ കുട്ടിക്കാലങ്ങളും ബാല്യങ്ങളൊന്നും എൻ്റെ മക്കൾക്കില്ല എന്ന് പറയുന്ന അതുപോലെയുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വാപ്പയുടെ ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ നാട്ടിൽ ആ പാടത്ത് ഓടിക്കളിക്കാനും മഴ കൊള്ളാനും കൂട്ടുകാർ കൂടാനും എല്ലാ പൂരങ്ങളും വേലകളും നേർച്ചകളൊക്കെ കാണാനൊക്കെ ഉള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചത്. അതേസമയത്ത് ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ കൂട്ടി നിർത്തുന്ന എൻ്റെ ആ സ്വാർത്ഥതയാണ് എൻ്റെ മക്കൾക്ക് എനിക്ക് ലഭിച്ച ആ സംഭവം ലഭിക്കാതിരുന്നത്. മാത്രമല്ല ഇന്ന് അവർക്കതൊന്നും അവിടെ പ്രാപ്യവുമല്ല, പല കാര്യങ്ങൾ കൊണ്ടും നടക്കില്ല. നമ്മൾ പഴയ കാലത്ത് മണ്ണിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മണ്ണിൽ കളിക്കാൻ പ്രയാസങ്ങളാണ്. അപ്പോൾ ഈ ജനറേഷൻ പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഇന്നത്തെ ലോകത്ത് എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ മക്കളിന്ന് AI യുഗത്തിലുള്ളത്, അവർ ചാറ്റ് GPTയും മറ്റുമൊക്കെ കയറ്റി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ പഴയ കാലത്തുണ്ടാക്കിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പുതിയ സിസ്റ്റങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അറിവുകളും അഡോപ്റ്റ് ചെയ്യാൻ നമ്മുടെ തലമുറ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെ ഓർത്ത് നിർത്താൻ പറ്റും. ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മക്കളുമായുള്ള നിരന്തരമായുള്ള സമ്പർക്കം, അവരുമായി കമ്മ്യൂണിക്കേഷൻ അത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബവുമായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മുന്നിൽ കാണുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടി സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള വ്യക്തിപരമായ അഭിപ്രായം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.